ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൻ വേളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എഗ് 65 ഉണ്ടാക്കാം. അതിനുവേണ്ടി 5 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഒരു പൊട്ടിച്ച പാത്രത്തിലേക്ക് ഇടാം. അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ഇനി ഒരു ബീറ്റർ അല്ലെങ്കിൽ മിക്സിയിൽ നന്നായി അടിച്ചാലും മതി. ഞാനൊരു ബീറ്റർ വെച്ച് നന്നായി പതപ്പിച്ചെടുക്കാണ്. ഈ പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ തടവിയിട്ട് ഈ അടിച്ചു വെച്ചിരിക്കുന്ന ബാറ്റർ അതിലേക്ക് ഒഴിക്കാണ്, മുട്ട ബാറ്റർ. ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് മതി. ഈ സമയം നമുക്കൊരു മസാല തയ്യാറാക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ജീരകത്തിന്റെ പൊടി, ഉപ്പ്, പെരിഞ്ജീരകത്തിന്റെ പൊടി, കോൺഫ്ലവർ മാവ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം. ഈ സമയം നമ്മുടെ മുട്ടയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ചെറിയ പീസുകളാക്കാം. ഇനി നമ്മുടെ മസാലയിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി വെയിറ്റ് ചെയ്യാനൊന്നും വേണ്ട, അങ്ങനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഫ്രൈ പാനിൽ എണ്ണ ഒഴിക്കുക. ഓവറായിട്ട് എണ്ണ ഒഴിക്കേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഉപ്പ് കുറച്ചായിരുന്നു, അപ്പൊ അതിനാൽ ഞാൻ ഉപ്പും ഒത്തിരി ചെറുനാരങ്ങയുടെ നീരൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാവുമ്പോൾ അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ ഭാഗം ഫ്രൈ ചെയ്തിട്ട് തിരിച്ചും മറിച്ചിടാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി 65 മുട്ട 65 തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്താൽ മാത്രം പോരാ, ആദിലക്ഷ്മി കിച്ചൻ വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഫ്രണ്ട്സ്. ഇനിയും പുതിയ റെസിപ്പീസായി വരാട്ടോ. ബൈ ബൈ.